ഹലോ ഗൈസ്. ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ഒരു വെൽക്കം കിറ്റ് അൺബോക്സിങ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മുടെ ചിമ്പാൻ, അതായത് നമ്മുടെ കൊച്ചിനെ ഞങ്ങൾ നഴ്സറിയിൽ ചേർത്തി. ജൂൺ 10 തൊട്ട് അവൻ്റെ സ്കൂൾ സ്റ്റാർട്ട് ചെയ്യാണ്. സോ അവരുടെ സ്കൂളിൽ നമുക്കൊരു വെൽക്കം കിറ്റ് തന്നിട്ടുണ്ട്. സോ ഇതിനുള്ള എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഐറ്റം സ്കൂൾ ബാഗ്. അതിൽ 3 കളർ ടീഷർട്ട് ഉണ്ട്. ഇതാണ് അവരുടെ യൂണിഫോം. ഓരോ ദിവസം ഓരോരോ കളർ ടീഷർട്ട്സ് ആയിരിക്കും. ദെൻ ഒരു ക്യാപ്പ്, റെഡ് ക്യാപ്പ്, ഇവരുടെ ഔട്ട്ഡോർ ആക്ടിവിറ്റിക്കുള്ള സംഭവം. ദെൻ ഒരു ID കാർഡ്. ഈ ID കാർഡ് നമ്മൾ തന്നെ മാനുവലി പേരൊക്കെ എഴുതി നെയിമൊക്കെ എഴുതി ഇത് മാനുവലി നമ്മൾ സ്റ്റിക്കർ നമ്മൾ മാറ്റുമ്പോൾ ലാമിനേറ്റ് ആവുന്ന ഒരു ID കാർഡാണ്. സോ ഇതൊക്കെ നമ്മൾ പാരൻസ് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് 1 2 ഇതാണ് 3 ടീഷർട്ട്. ഇത് നമുക്ക് ബോട്ടം നമുക്ക് ഇഷ്ടമുള്ളത് വേറെ ആണെന്നാണ് അവർ പറഞ്ഞത്. ടീഷർട്ട് അവർ പറയുന്ന ഡേ, അവർ പറയുന്ന കളേഴ്സ്. ഓക്കെ, 5 ടൈപ്പ് ബുക്സ് ഉണ്ട് ഈ കിറ്റിനുള്ളിൽ. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പാരന്റ് മാനുവൽ ആണ്. ഇതിൽ നമ്മൾ സ്കൂളിലെ ആക്ടിവിറ്റീസ്, സ്കൂളിനെ കുറിച്ചുള്ള ഒരുപാട് ഡീറ്റെയിൽസ് ഒക്കെ ആയിട്ടുള്ള ഒരു പാരന്റ് മാനുവൽ. ദെൻ ഇതൊരു അഡ്മിഷൻ ഫോം ബുക്കാണ്. ഈ അഡ്മിഷൻ ഫോം ബുക്കിൽ നമ്മൾ നമ്മുടെ ബേബിയുടെ എല്ലാ ഡീറ്റെയിൽസും, ഇനി എന്തെങ്കിലും മെഡിക്കൽ റെക്കോർഡ്സോ അങ്ങനെ എന്തെങ്കിലും ഇത് അലർജീസ് അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിതിൽ ഫിൽ ചെയ്തിട്ട് അവർക്ക് ഫസ്റ്റ് ഡേ നമ്മളിത് സബ്മിറ്റ് ചെയ്യണം. ഓക്കെ, ഇനിയുള്ള ബുക്സിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേഴ്സറി ദ ബിഗിനേഴ്സിലെ ABCD ബുക്കാണ്. ഇതിൽ ലെറ്റേഴ്സൊക്കെ നമുക്കിങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ സെൻസ് ചെയ്ത് പഠിക്കാനുള്ളതാണ്. അതായത് ഫസ്റ്റ് ബേബീസ് എഴുതൊന്നുമില്ലല്ലോ, സോ അവർ കൈകൊണ്ട് ഇങ്ങനെ സെൻസ് ചെയ്തിട്ട് പഠിക്കുന്ന ഒരു ഐറ്റംസ്. നെക്സ്റ്റ് 1 2 3 സെയിം സെൻസിങ് ആണ്. 4 അതിൽ കാറ്, ഇതൊക്കെ എല്ലാം സെൻസിങ് ആണ്. നൈസ് ബേബി. സോ 1 2 3 ABCD. നെക്സ്റ്റ് ഒരു ആക്ടിവിറ്റി ബുക്ക്, മൈ ആക്ടിവിറ്റി ബുക്ക്. ഇതിൽ അവർ ഒരുപാട് ആക്ടിവിറ്റീസ് തന്നിട്ടുണ്ട്. അതിൽ യൂറോ കിഡ്സിൻ്റെ ഒരു പ്രത്യേകിച്ച് ഇവർക്കൊരു ആപ്പ് ഉണ്ട്. സോ ഇവർ ആപ്പിൽ കൂടെ നമുക്ക് എല്ലാം ഗൈഡ് ചെയ്ത് തരും, പാരൻസിനെല്ലാം ഗൈഡ് ചെയ്ത് തരും. അപ്പോൾ നമ്മൾ അതനുസരിച്ചിട്ട് ഇവരെ പഠിപ്പിക്കാം. ഓക്കെ, നെക്സ്റ്റ് ബോക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്കൊരു ആക്ടിവിറ്റി ബോക്സ് പോലെയാണ്. അതിൽ 4 പെയർ ക്രയോൺസ് ആണിത്. ഓക്കെ, ദെൻ പെയിന്റിന്റെ ഒരു ബോക്സ് ഉണ്ട്. പിന്നെ അവർക്ക് എന്തോ ആക്ടിവിറ്റി ചെയ്യാനുള്ള ഇതിൻ്റെയൊക്കെ ഗൈഡൻസ് സ്കൂളിൽ നിന്ന് നമുക്ക് കിട്ടും. സോ പെയിന്റ് വെക്കാനുള്ളൊരു പ്ലേറ്റ്, ദെൻ ഒരു കളറിംഗ് ബുക്ക്. ഓക്കെ, സോ ഇത്ര ഐറ്റംസ് ആണ് ഈ ഒരു ആക്ടിവിറ്റി ബോക്സിലുള്ളത്. ദെൻ ഒരു തീം കിറ്റാണ്. ഈ തീം കിറ്റിൽ ഒരു 4 തീം ആക്ടിവിറ്റീസ് ആണുള്ളത്. ഫസ്റ്റ് വൺ, the second one, third one, fourth one. ഇതെല്ലാം ഇതൊക്കെ ഇവരുടെ ഗൈഡൻസ് അനുസരിച്ച് നമ്മൾ കിഡ്സിന് മേക്ക് ചെയ്ത് കൊടുക്കണം. സോ നല്ല അടിപൊളി സംഭവമാണെന്ന് തോന്നുന്നു. നെക്സ്റ്റ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന 2 ഐറ്റംസ് ആണ്. അത് നമ്മൾ ഒരു കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ളൊരു വാട്ടർ ബോട്ടിലും നെയിം സ്റ്റിക്കറും ആണത്. സോ ഇതിൻ്റെ ലിങ്ക്, നമ്മൾ വാങ്ങിച്ച ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതായത് ബേബീസൊക്കെ പുതുതായിട്ട് സ്കൂളിലൊക്കെ പോകുമ്പോൾ ഈ ഐറ്റംസ് ഒക്കെ മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. സോ നമ്മൾ കസ്റ്റമൈസ് ചെയ്യിപ്പിച്ച നെയിം കാർഡ് ആൻഡ് വാട്ടർ ബോട്ടിൽ. സോ ലിങ്ക് നമ്മൾ കൊടുക്കാം, ഡു ചെക്ക് ഔട്ട്. ഓക്കെ, ഒരൈറ്റം നമ്മൾ വിട്ടുപോയിരുന്നത് ഇതാണ് നമ്മുടെ ലഞ്ച് ബോക്സ്. ഇത് ഓൺലൈനിൽ കുറേ സൈറ്റുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മളിത് ഗോവയിൽ ഒരു ട്രിപ്പ് പോയപ്പോൾ വാങ്ങിച്ചതാണ്. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ലഞ്ച് ബോക്സ്. സോ ബേബി, സോ ഇത്ര ഐറ്റംസ് ആണ് വെൽക്കം കിറ്റിലുള്ളത്. പിന്നെന്താ പറയുക,
സോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. എല്ലാ കുട്ടികളും പഠിച്ച് വലിയ വലിയ ആൾക്കാരാകുക അല്ലേ ബേബി? ഓക്കെ ഓക്കെ സേ ഓക്കെ. ഇങ്ങനെ ഓക്കെ ഈ കൈ ഓക്കെ.